നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മാർച്ച് മാസം 27 വെള്ളിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. 5ഓളം അറിയിപ്പുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്: കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മധ്യവേനൽ അവധി ഒരു മാസമായി വെട്ടിക്കുറച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സർക്കുലർ വ്യാജമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് അവധി. ഇതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചാണ് ഇത്തരമൊരു തെറ്റായ സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർക്കിടയിൽ അനാവശ്യമായ ആശയക്കുഴപ്പവും പരിഭ്രാന്തിയും സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നും സെക്രട്ടറി വ്യക്തമാക്കി. നിലവിലെ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് സർക്കാർ യാതൊരുവിധ ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല എന്നും സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്: പ്രമുഖ സ്വകാര്യ എണ്ണ കമ്പനിയായ നയാര എനർജി പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 5 രൂപ 30 പൈസയും ഡീസലിന് ലിറ്ററിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ നേരിയ വർധനവിനെ തുടർന്ന് ചില്ലറ വിൽപ്പന വില ഉയർത്താൻ കാരണം എന്നാണ് കമ്പനിയുടെ വിശദീകരണം. അതേസമയം രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ നിലവിൽ ഇന്ധനവിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. സ്വകാര്യ പമ്പുകളെ മാത്രം ആശ്രയിക്കുന്ന വാഹന ഉടമകൾക്ക് ഈ ഒരു വില വർധനവ് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയേക്കും. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്: LPG സിലിണ്ടർ വിതരണത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു നിയന്ത്രണങ്ങൾ തീർച്ചയായും എല്ലാ ഉപഭോക്താക്കളും തന്നെ അറിഞ്ഞിരിക്കണം. മധ്യപൂർവ്വ ഏഷ്യയിൽ നിലവിലുള്ള യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG വിതരണത്തിൽ രാജ്യവ്യാപകമായി നിയന്ത്രണങ്ങളും വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് സെക്രട്ടറി കൺവീനറായും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ മെമ്പർമാരായും ഒരു സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം നിയന്ത്രിത രീതിയിലായിരിക്കും. സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിർദ്ദിഷ്ട മേഖലകൾക്ക് മുൻഗണന നൽകിയായിരിക്കും വിതരണം നടത്തുക. മുൻഗണനാ മേഖലകൾ എന്ന് പറയുന്നത് ആശുപത്രികൾ, അംഗൻവാടികൾ അടക്കമുള്ള സ്കൂളുകൾ, ശ്മശാനങ്ങൾ, ഇൻഡസ്ട്രിയൽ ക്യാന്റീനുകൾ, സ്കൂൾ കോളേജ് ഹോസ്റ്റലുകൾ, കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലെങ്കിൽ സുഭിക്ഷ ഹോട്ടൽ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ എന്നിവയുടെ യഥാർത്ഥ ആവശ്യകതയുടെ 100% ലഭ്യമാക്കും. അതുപോലെ തന്നെ എല്ലാ വാണിജ്യ ഇൻഡസ്ട്രിയൽ LPG ഉപഭോക്താക്കളും അവരുടെ പ്രദേശത്ത് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ലഭ്യമാണെങ്കിൽ ആ ഒരു സ്ഥാപനങ്ങളിൽ നിന്ന് പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് കണക്ഷൻ ലഭ്യമാക്കുന്നതിനായി ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കണം. PNG സൗകര്യം ലഭ്യമാകുന്നിടത്ത് അതിലേക്ക് മാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ഭാവിയിൽ LPG ലഭ്യതയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടുത്ത നിരീക്ഷണവും പരിശോധനയും ഉണ്ടായിരിക്കും. ഗ്യാസ് ഏജൻസികൾ, ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ദിവസേന പരിശോധനകൾ നടത്തുന്നു. ഡൊമസ്റ്റിക്, നോൺ ഡൊമസ്റ്റിക് LPGയുടെ വ്യാവസായിക ഉപയോഗം, അധിക വില ഈടാക്കൽ, കരിഞ്ചന്ത, അനധികൃത സംഭരണം, പൂഴ്ത്തിവെപ്പ്, കുറവുള്ള തൂക്കം തുടങ്ങിയവ കർശനമായി നിരീക്ഷിക്കുകയും ആവശ്യമായ ഇടങ്ങളിൽ കേസെടുത്ത് നടപടി സ്വീകരിക്കുന്നതിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അനാവശ്യമായി LPG സിലിണ്ടറുകൾ സംഭരിക്കരുത്. പരിഭ്രാന്തി മൂലമുള്ള ബുക്കിംഗ് ഒഴിവാക്കുക. വ്യാജ വിപണി അല്ലെങ്കിൽ ദുരുപയോഗം, കരിഞ്ചന്ത, അധിക വില ഈടാക്കൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഈ ഒരു തുക 25-ാം തീയതി വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ DBT സെന്ററുമായി ബന്ധപ്പെടുമ്പോൾ വിതരണ തീയതി ഇതുവരെ അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള അറിയിപ്പാണ് ലഭിക്കുന്നത്. അതായത് 2 തവണയായി വിതരണം ചെയ്യുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങളുണ്ട്. സഹകരണ സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്നവർക്ക് 2 തവണ ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി വീടുകളിൽ എത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ
ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ തുക ഒന്നിച്ച് വിതരണം ചെയ്യുവാനുള്ള നടപടികളിലേക്കാണ് സർക്കാർ പോകുന്നത്. 25-ാം തീയതി ആദ്യഘട്ടം, രണ്ടാം ഘട്ടം 31-ാം തീയതി എന്നിങ്ങനെ 2 തവണകളായി വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. ഈ ഒരു തുക ഒന്നിച്ച് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ലഭ്യമാവും. അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്ക് 2 തവണകളായി ഒരു ദിവസത്തിന്റെ ഇടവേളകളിലോ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെയോ ഈ ഒരു തുക അക്കൗണ്ടുകളിലും ലഭ്യമാവുന്നതാണ്. 4000 രൂപയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക. 31-ാം തീയതിയോ അല്ലെങ്കിൽ അതിനടുത്തുള്ള 2 ദിവസങ്ങൾക്കിടയിലായിരിക്കും ഈ ഒരു തുക വിതരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.